സമയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അർഹിക്കാത്ത നന്മകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുവാണ്? അർഹിക്കാത്ത കാര്യങ്ങളാണ്, അർഹിക്കാത്ത സംഭവങ്ങളാണ്. ചില സമയം അർഹിക്കാത്ത സ്റ്റേജ് നമ്മൾക്ക് കിട്ടും, അർഹിക്കാത്ത സീറ്റ് നമ്മൾക്ക് കിട്ടും, അർഹിക്കാത്ത പൊസിഷൻസ്. ആ സമയമെല്ലാം നമ്മൾ നന്ദിയോടെ ദൈവത്തെ ഓർക്കേണ്ടത് ഒരേ ഒരു കാര്യം എപ്പോഴും ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയും, യെരമ്യാ 1:5 എപ്പോഴും നോക്കണം. God has made us for a purpose. ദൈവം നമ്മൾ എല്ലാവരെയും, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ യേശുപ്പച്ച നമ്മളെ സൃഷ്ടിച്ചത് ഒരു പർപ്പസ്, പേർ വിളിച്ച് നമ്മൾ എന്തായി മാറണം എന്നുള്ളൊരു പർപ്പസോടെയാണ്. ആ ഒരു പർപ്പസ് നമുക്ക് അറിയാമെങ്കിൽ ഓരോ ദിവസം യേശുപ്പച്ചൻ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നന്മ അത് അർഹിക്കാത്തതായിരുന്നു. ആ അർഹിക്കാത്ത സ്ഥാനത്ത് നൽകിയ ദാനം അല്ലെങ്കിൽ ഗിഫ്റ്റിനായി സ്തോത്രത്തോടെ നമ്മൾ ആയിരിക്കുമ്പോൾ അടുത്തും ദൈവം എന്തു ചെയ്യുന്നു? നമ്മൾ ഒരു സ്റ്റേജില് ഹമ്പിളോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലും ദൈവം നമ്മളെ മാനിക്കുന്ന, അടുത്ത നിമിഷങ്ങളിലും ദൈവം നമ്മളെ മാനിക്കും. അതുപോലെ തന്നെ എന്തുവാണ്? സത്യദൈവത്തിൻ ഏകപുത്രൻ. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ദൈവം മാത്രമാണ് ഏക സത്യ ദൈവം. ആ ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. എൻ്റെ യേശുനാഥ, നമുക്ക് ചേർന്ന് സമർപ്പണത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ച ദൈവമേ, എൻ്റെ ധനമാനം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് നമുക്ക് നന്ദിയോടെ ഈ പാട്ട് പാടാം.
ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയൊരു സ്തുതി. പ്രത്യേകിച്ച് ഈ സ്ലോട്ടിലെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ച വചനം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് എടുത്ത വേദഭാഗമായിരുന്നു യെശയ്യാവ് 44:14-28. അവിടെ നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? ഈ ലോകത്തിൽ എന്തുവാണ്? വൃക്ഷങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അതിനെ മനുഷ്യരെന്ത് ചെയ്യുന്നു? അതിനെ വെട്ടുന്നു. ചിലരതിനെ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. ആ മരത്തിന് തന്നെ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ അതിന് തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. സോ നമ്മൾ മനുഷ്യർ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു കാര്യത്തിൽ നിന്ന് തന്നെ പല ആവശ്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു. സോ അവിടെ നമ്മൾ കാണുന്നത് ഐഡൽ വർഷിപ്പ്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. നമ്മുടെ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുവാ? അന്യ ദൈവങ്ങളെ സേവിക്കില്ല. യു ഷുഡ് നോട്ട് ഹാവ് എനി അതർ ഗോഡ് ഓർ യു ഷുഡ് നോട്ട് വർഷിപ്പ് എനി ഇമേജ്. ഒരു ഇമേജിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വർഷിപ്പ് ചെയ്യാൻ പാടില്ല. അതൊരു വിഗ്രഹം മാത്രമല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാളും എന്തിനെ സ്നേഹിക്കുന്നു? അത് വിഗ്രഹമാണ്. അതിനെ ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഏതിലാണ്? നമ്മൾ ബൈബിൾ വായനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്നത് മൊബൈലാണ്. അപ്പോൾ മൊബൈലാണ് നമ്മുടെ വിഗ്രഹമായി മാറുന്നത്. എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം, അല്ലേ? അപ്പം ഈ ഒരു പാസേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവം ഡിക്ലെയർ ചെയ്യുവാണ്, ഞാനാണ് നിങ്ങളുടെ ക്രിയേറ്റർ, ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അതിൽ നിന്ന് നിങ്ങൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി സേവിക്കേണ്ട ആവശ്യമില്ല. അതിന് കണ്ണില്ല, മൂക്കില്ല, ശ്വസിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവയെ ഉണ്ടാക്കിയവരും അവയെ പോലെ തന്നെ ആകുന്നു, അല്ലേ? അപ്പം ഈ പാസേജ് നമുക്കൊരു ചാലഞ്ച് തരുന്നു. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ എന്തുവാ? നമ്മുടെ വർഷിപ്പിനെ പറ്റി, ആരാ ഈ ഭൂമിയെ അല്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം ആരാ? അതുപോലെ തന്നെ ഇതുപോലത്തെ പാപങ്ങൾ ചെയ്തിട്ട് അതിനെ ക്ഷമിക്കുന്ന ഒരു ദൈവം, ആ ക്ഷമിക്കാൻ വേണ്ടി പാപികൾ എന്ത് ചെയ്യുന്നു? ഇൻവൈറ്റ് ചെയ്യുന്നതാണ് അടുത്ത വേഴ്സിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ ആരാണ് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റു പറയുന്നത്? ദൈവം അവരെന്ത് ചെയ്യുന്നു? പാപത്തിൽ നിന്ന് മോചിച്ച് അവരെന്ത് ചെയ്യുന്നു? അടുക്കിലേക്ക് വിളിക്കുന്നു. എൻ്റെ മകളെ, എൻ്റെ മകനെ അടുത്ത് വാ എന്നുള്ള ആ വചനങ്ങളാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുവാണ്? എന്തുവാ ഇവിടെ പെട്ടിരിക്കുന്നത്? അത് മീൻസ് അത് ദൈവത്താലാണ്. ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ എന്ത് ചെയ്യുവാണ്? ആ മനുഷ്യന് എന്തോ കണ്ണിൽ ഇരുട്ട് ആയിപ്പോയി. അതുകൊണ്ടാണ് അത് ലോകപ്രകാരമായിട്ടുള്ള ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ സൃഷ്ടാവായ ദൈവത്തെ മറന്ന് അതിൻ്റെ പിന്നിലോട്ട് പോകുന്നത്. ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ്
മീൻസ് 14 to 20 ആണ് നമ്മൾ ഈ ഐഡൽ വർഷിപ്പിനെ പറ്റി. അപ്പോൾ എന്തിന് ദൈവത്തെക്കാളും നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അത് നമ്മുടെ വിഗ്രഹമായി മാറപ്പെടുന്നു. 21 to 22 നമ്മൾ എന്തുവാ, യു ആർ മൈ സർവൻറ്റ്, ഐ ഹാവ് മെയ്ഡ് യു. മീൻസ് ദൈവം എന്തു പറയുന്നു, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിർമ്മിച്ചിരിക്കുന്നു. ആ വാക്യങ്ങളാണ് അവിടെ ദൈവം നമ്മളെ എന്തുവാണ്, ഞാനാണ് നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞാനാണ് രക്ഷിക്കുന്ന ഒരു ദൈവം എന്നുള്ള വാക്കുകളാണ് നമ്മുടെ 21-22 വായിക്കാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ഫോർഗീവ്നെസ്സിനെ പറ്റി ആ വാക്യങ്ങളൊന്ന് എടുത്തവർക്കൊന്ന് ശ്രദ്ധിക്കാം. 21 and 22 വായിക്കുമ്പോൾ എന്തുവാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ കാർമുകിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഓരോ സമയം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് അല്ലേ, 21 എന്തുവാണ്, യാക്കോബേ ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ, ഇസ്രായേലേ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുമ്പോൾ എന്തോ പറയുന്നത്, എവ്രി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. ഏത് അഗാധമായ പാപത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുപ്പച്ചൻ നിങ്ങൾ വിളിക്കുന്നു, കം ടു മീ, എന്തുവാണ്, കം ടു മീ ഹു ആർ ഹെവി ലേഡൻ, അല്ലെങ്കിൽ ഭാരം ചുമപ്പോരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരെ, ഞാൻ നിങ്ങളുടെ ഭാരങ്ങൾ എന്തുവാ ലഘുവാക്കി മാറ്റും. നിങ്ങളുടെ ഏത് കാഠിന്യമുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അതിൻ്റെ മേൽ, കാരണം ഇപ്പോൾ എന്തുവാ കുഞ്ഞുങ്ങൾക്ക് ഒരു നോ കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല, ഒരു നോ എന്ന് അല്ലെങ്കിൽ എന്തുവാണ് വേണ്ട എന്നുള്ള ഒരു വാക്ക് നെഗറ്റീവ് അവർക്ക് കേൾക്കാൻ, എല്ലാത്തിലും അവരെന്തുവാ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട്. അപ്പോൾ അവർക്ക് ഒരു തോൽവി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം, ഒരു ലവ് ഫെയിലിയർ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യാൻ നോക്കുന്നു, അവരുടെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്താൻ നോക്കുന്നു. നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പോലും ആ ദൈവവിശ്വാസം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ 21-22 എന്തുവാ പറയുന്നത്, മീൻസ് നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ എന്തു ചെയ്തിരിക്കുന്നു. ദൈവം പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മടങ്ങി വരിക, ഏത് പാപത്തിൽ നിന്ന് ഏത് കെണിയിലാണോ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്, ഒരു നിമിഷം ദൈവസന്നിധിയിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ചാൽ മതി. യേശുപ്പച്ച എൻ്റെ ജീവിതത്തിൽ ഇത് കുറവ് വന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് കള്ളം എൻ്റെ അപ്പനമ്മയോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ എന്തുവാണ് വിശ്വാസികളാണെങ്കിൽ ഞാൻ എൻ്റെ സമൂഹത്തോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു കുറ്റബോധം വരുന്നെങ്കിൽ നമ്മൾ ദൈവസന്നിധി നാളെ വിശുദ്ധ ആരാധനയ്ക്ക് വരുമ്പോഴും ആദ്യത്തെ ആ പാട്ടിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആദ്യത്തെ ആ സമർപ്പണ സമയത്തിൽ തന്നെ നമ്മൾ ഏറ്റുപറയുന്നു, യേശുപ്പച്ച എൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണമേ, എനിക്ക് എന്ത് കുറവുണ്ടോ ദൈവം അതിൽ നിന്ന് അകറ്റി ആ അഭിഷേകത്തിന്റെ നിറവ്, അല്ലെങ്കിൽ ദേശത്തിന്റെ അന്ധകാര പോരുകളുടെ മേൽ ജയം പ്രാപിക്കേണ്ട ഒരു അഭിഷേകം, അത് കിട്ടാതെ എന്താണ് എന്നിൽ കുറവെന്ന് നമ്മൾ അങ്ങ് സമർപ്പിച്ച് കഴിയുമ്പോൾ 22-21 പറയുന്ന പോലെ എൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്റെ പാപങ്ങളെ എല്ലാം മോചിച്ചിരിക്കുന്നു, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു അഭിഷേകം, ആ പവർ, അനോയിന്റിങ് പവർ, ഏത് സാഹചര്യം, ഏത് ബലഹീനതയോ ഏത് പ്രതികൂലം നിന്നെ അലട്ടുന്നുണ്ടോ, നിന്നെ എന്തുവാണ് ജയത്തിലേക്ക് നയിക്കാൻ, ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല, ഒരു ബൗണ്ടറി ഇട്ട് ഒരു ലിമിറ്റ് ഇട്ട് ഇതിൻ്റെ അപ്പുറം നിനക്കൊരു ജീവിതമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ജയമില്ല, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സ് ഇല്ല എന്ന് പോലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശത്രു നിങ്ങളുടെ മേൽ വാദിച്ച് നിൽക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു അനോയിന്റിങ് പവർ നിങ്ങളുടെ മേൽ ആ ശക്തി പകരും. ഇല്ല, ഇതിൻ്റെ അപ്പുറം ദൈവം എന്നെ ശക്തിപ്പെടുത്തും. ബിക്കോസ് ഹീ ഈസ് അവർ ക്രിയേറ്റർ, ഹീ ഈസ് അവർ മേക്കർ, ഹീ ഈസ് ദ വേ മേക്കർ, ഹീ ഈസ് അവർ ക്രിയേറ്റർ എന്ന് നമുക്കൊരു ഉൾബോധം വന്നു കഴിയുമ്പോൾ ആ ലിമിറ്റേഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്യും. മാനുഷികമായി കെട്ടുന്ന ആ ബൗണ്ടറീസ്, ആ ലിമിറ്റേഷൻസ്, ഇതിൻ്റെ അപ്പുറം നിനക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ബോണ്ടുകളെ എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് നമുക്ക് ദൈവം തരുന്ന ആ അനോയിന്റിങ് പവർ കൊണ്ട് നമുക്ക് അതിൻ്റെ മേലെല്ലാം വചനം എങ്ങനെ പറയുന്നു, 23 വായിക്കുന്നത് പോലെ എന്തുവാണ്, ഹെവൻ, ഹെർത്ത്, മൗണ്ടെയ്ൻസ്, ഫോറസ്റ്റ്, ട്രീസ് എല്ലാം എന്ത് ചെയ്യുക, ആ ഒരു മടങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു, ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർത്തുകൊള്ളുവിൻ, പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളും ആയുള്ളവയെ പൊട്ടി
ആർക്കുവിൻ യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു, ഇസ്രായേൽ തന്നെ താൻ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവിലായിട്ട് വരുന്നു. നമ്മുടെ ഫെയിലിയറിനെ ദൈവം സക്സസിലോട്ട് കൊണ്ടുവരുമ്പോൾ, നഷ്ടങ്ങളിൽ നിന്ന് ലാഭത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തുവാണ്? ഉല്ലാസത്തോടെ നമ്മൾ ജയത്തിന്റെ വി വിൽ റിജോയ്സ്, വി വിൽ ബി ഇൻ എ ജോയ്ഫുൾ, വി വിൽ ഷൗട്ട് ആൻഡ് പ്രേസ് അവർ ലോർഡ് ദാറ്റ് ഹി ഹാസ് റിഡീംഡ് അസ്. ദൈവമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. എല്ലാത്തിൻ്റെ മേലും എല്ലാ പരമാധികാരി ദൈവമാണെന്നുള്ള ആ വചനം, ആ ധൈര്യമാണ്. The shout, he lower parts of the earth break forth into singing, ye mountains, O forest, and every tree therein, for the Lord hath redeemed Jacob and glorified himself in Israel. നമുക്ക് ആ ജേക്കബിന്റെ സ്ഥാനത്ത് നമ്മളുടെ ഓരോരുത്തരുടെ പേര് അവിടെ നിന്ന് ഇട്ട് വായിച്ചാൽ എന്തുവാണ്? നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? God has redeemed us, God has saved us because he is our creator. നമ്മൾ പാടുന്ന പാട്ട്, he is എന്തുവാണ്? He is the way maker, he does the miracles. ആ ഒരു നമ്മൾ പാടി ആദ്യം തൊട്ടേ നമ്മൾ പാടി കടുകോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ കടുകിനെ കാണുമ്പോൾ ചെറിയൊരു സാധനമാ, പക്ഷേ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് മീൻസ് നമ്മുടെ ചെറിയൊരു വിശ്വാസം, ഗോഡ് വിൽ ഫിൽ ഇറ്റ് വിത്ത് ദ ഗ്ലോറി. മീൻസ് ദൈവത്തിൻ്റെ ആ ഗ്ലോറി കൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? നിറയ്ക്കും. എവിടെ നമ്മൾ ചെന്നാലും ദൈവത്തിൻ്റെ ആ ഗ്ലോറി അവിടെ വെളിപ്പെടും. നമ്മളെ കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മളോട് അത് കാണപ്പെടും. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ എന്തുവാണ്? ഗോഡ് എലോൺ ഈസ് ദ സോവറൈൻ ക്രിയേറ്റർ. 44:24 നമ്മൾ വായിച്ചത്, ഐ ആം ദ ലോർഡ് ദ മേക്കർ ഓഫ് ഓൾ തിങ്സ്. ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ്. എല്ലാം എന്തുവാണ്? God has created. ഇന്നത്തെ സയൻസോ ഇന്നത്തെ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും എന്തുവാണ്? നമുക്ക് വിശ്വസിച്ചേ പറ്റൂ, ദൈവമാണ് നമ്മുടെ ക്രിയേറ്റർ. അത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പല തവണ അതിന്മേൽ ഡൗട്ടാണ്. പക്ഷേ എന്തുവാണ്? ആ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ ദൈവം അവർക്ക് തന്നെ ഒരു കാഴ്ചപ്പാട് കൊടുക്കും, ഒരു വിഷൻ കൊടുക്കും, അവർക്ക് തന്നെ ആൻസേഴ്സ് പറയാനുള്ള കഴിവ് കൊടുക്കും. ആ 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു, ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ്. എന്തുവാ? നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ആ വാക്യം മീൻസ് സന്തോഷിപ്പിക്കുന്ന ആ വാക്യമാണ് Psalms 139:13 and 14. God has created us wonderfully and fearfully. ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ നോക്കിയാൽ അത് നമുക്കറിയാൻ പറ്റും, he has created us with a unique features. യുണീക്ക് ആണ്, നമ്മുടെ എല്ലാ ക്യാരക്ടറും യുണീക്ക് ആണ്. We don't have to compare with anyone. We don't have to be sad that we are short or we are tall. We are unique because God has created us in a unique manner. ഓരോ ക്യാരക്ടർ, നമ്മുടെ ചിരിയായാലും നമ്മുടെ സ്മൈൽ ആയാലും നമ്മുടെ ടോക്ക് ആയാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയാലും ഓരോന്നും ദൈവം എന്തുവാണ്? യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 24th പറഞ്ഞിരിക്കുന്നത്, the Lord says, I am the redeemer, I am the creator. നമ്മൾ അത് ഉറച്ച വിശ്വാസം വന്നു കഴിഞ്ഞാൽ we will not compare with anyone. We will have a faith that God has created with a purpose. ആ ഒരു ഗോളിലേക്ക്, ആ ഒരു എയിമിലേക്ക് ദൈവം തീർച്ചയായിട്ടും നമ്മളെ നയിക്കുമെന്നുള്ള വിശ്വാസം ദൈവം നമ്മളിൽ വർദ്ധിപ്പിച്ചു തരും. ഒരിക്കലും നിങ്ങൾ സാഡ് ആവില്ല, ആ കോഴ്സ് കിട്ടിയില്ല, ആ അഡ്മിഷൻ കിട്ടിയില്ല, ഇങ്ങനെ ആയില്ല, അങ്ങനെ ആയില്ല. ഒരു പാട്ട് വേദിയിൽ എന്തുവാണ് പാടുവാൻ കഴിഞ്ഞോ അതിന് നിങ്ങൾ സ്തുതിക്കുക. ഒരു തുപ്പൽ വിഴുങ്ങി അതുകൊണ്ട് എനിക്ക് പ്രൈസ് കിട്ടിയില്ല, വിഷമിക്കല്ല. God has given a chance to sing in a stage. അതിനുവേണ്ടി നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതിരിക്കുന്നു. അതുകൊണ്ട് എവറി ടൈം ഈ വാക്യം 24 നമ്മൾ എന്ത് ചെയ്യട്ടെ? ബലപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടും നമ്മൾ വായിക്കുമ്പോൾ 25 to 28 God demonstrates the authority. അവിടെ പല കാര്യങ്ങൾ, ആർക്കൊക്കെ അഹങ്കാരം വരുന്നുണ്ടോ, ആർക്കൊക്കെ നിഗളം വരുന്നുണ്ടോ, ദൈവം എല്ലാത്തിനെയും നശിപ്പിക്കുമെന്നാണ് അവിടെ വാക്യങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ജൽപ്പനക്കാരനെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. We cannot
we cannot be proud of our wisdom. നമുക്ക് ദൈവം തരുന്ന വിസ്ഡം, ദൈവം തരുന്ന സൗന്ദര്യം, ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന കഴിവിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിഗളിക്കാൻ പറ്റത്തില്ല, പ്രശംസിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങോട്ട് എടുക്കുന്ന ശ്വാസം അങ്ങോട്ട് വിടാൻ പറ്റുകയില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. അതാരാ തരുന്നത്? നമ്മുടെ ക്രിയേറ്റർ ആയിരിക്കുന്ന നമ്മുടെ ദൈവത്തിനെ അത് പറ്റുകയുള്ളൂ. അപ്പോൾ എന്തുവാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നു? ദാറ്റ് ഫ്രസ്ട്രേറ്റഡ് ടോക്കൺസ് ഓഫ് ദ കള്ളന്മാരെ, ലയേഴ്സിനെ, മേക്കർ ഡിവൈനേഴ്സിനെ എന്ത് ചെയ്യുന്നു? മാഡാക്കുന്നു. പ്രശ്നക്കാരെ, നമ്മുടെ ജ്യോതിഷികളെ അല്ലെങ്കിൽ മന്ത്രവാദികളെ എല്ലാം എന്തുവാക്കി മാറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്? മാഡാക്കി മാറ്റുമെന്ന. ഓക്കെ, ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ചു, എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടവുകളെ നന്നാക്കും എന്നും കൽപ്പിക്കുന്നു. ആ ലാസ്റ്റ് എന്തുവാണ്? പണിയപ്പെടുന്ന വാക്യങ്ങളാണ് 28 വരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ എന്തുവാ? ഗോഡ് നോസ് ദ ഫ്യൂച്ചർ, ഗോഡ് പ്ലാൻസ് cannot be stopped, God's promises never fail. ഓക്കെ, ദൈവം നമ്മുടെ ഭാവി അറിയുന്നു. ആരൊക്കെ നമ്മുടെ ആലയം പണിയപ്പെടത്തില്ല, ഒരു ദൈവപ്രവൃത്തി നടക്കില്ല എന്ന് ദേശം വാദിച്ചാൽ, ദേശത്തിലെ അന്ധകാര ശക്തികൾ വാദിച്ചാൽ, ഗോഡ് ഹാസ് എ പ്ലാൻ, ഗോഡ് ഹാസ് എ ഫ്യൂച്ചർ ഫോർ us. God's plans, God's promises will be fulfilled. ആ ഒരു 14 to 28 എല്ലാ വിധത്തിലും ദൈവം നമുക്ക് എന്തുവാണ്? ഈ വചനം നമുക്കൊരു ധൈര്യം തന്നു, നമുക്ക് ബലം തന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ന് ഈ വചനങ്ങൾ നമ്മുടെ എന്തുവാണ്? ആ ഫൂളിഷ്നെസ് നമുക്ക് എന്തോ ദൈവത്തെക്കാളും എന്തിനെ സ്നേഹിക്കുന്നു? അത് നമ്മുടെ ഫൂളിഷ്നെസ് ആണ്. ദൈവം നമ്മളെ മടങ്ങി വരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. ആരൊക്കെ മടങ്ങി വരുന്നു, ദൈവം അവിടെ എന്തുവാണ്? സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ക്രിയേറ്ററിൻ്റെ ഗ്രേറ്റ്നെസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ദൈവം എന്തുവാ? പണിയുന്ന ദൈവമാണ്. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന, നമ്മുടെ മേൽ തന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഈ സ്ലോട്ടിനെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ.